ഹലോ നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. അപ്പോൾ കേരള നവോത്ഥാനം, കേരളത്തിൻ്റെ നവോത്ഥാനവും നവോത്ഥാന പ്രസ്ഥാനങ്ങളും അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ പരീക്ഷകളിൽ, അതിപ്പോൾ ഡിഗ്രി ആയിക്കോട്ടെ 10th ലെവൽ ആയിക്കോട്ടെ, ഏത് പരീക്ഷകൾക്കാണെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം എന്നുള്ളത്. അപ്പോൾ ചില പരീക്ഷകൾക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവലിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ ഉള്ളൂ എന്ന് സിലബസിൽ കൊടുക്കുമ്പോഴും ഇതിനു മുമ്പുള്ള പരീക്ഷകളിലൊക്കെ ആര്യാപ്പള്ളത്തെ പോലുള്ള നവോത്ഥാന നായകരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിലെ നവോത്ഥാന നായകരെ കൂടി പഠിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം പരീക്ഷകൾ അങ്ങനെയാണ്, വളരെ പ്രത്യക്ഷത്തിൽ വ്യക്തമായിട്ടൊന്നും സിലബസിൽ പറയുന്നില്ല, ഒരു ലൈനോട് പറയുന്നതാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും വരാം, പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ വന്നു കാണുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേ നവോത്ഥാന നായകരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും VT ഭട്ടതിരിപ്പാടിനെയും ആര്യാപ്പള്ളത്തെയും പാർവതി നെന്മേനിമംഗലത്തെയും അങ്ങനെയുള്ള ഒരുപാട് നവോത്ഥാന നായകരെ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ PSCക്ക് വളരെ ഇഷ്ടമുള്ള, എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു നവോത്ഥാന നായകനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ അയ്യങ്കാളി 1863 മുതൽ 1941 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അയ്യൻകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകരിൽ ഒരാളാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. പുലയ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളാണ് ആര്? അയ്യങ്കാളി. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കഥ നിങ്ങൾ കേൾക്കണം. ഈ ഒരു നവോത്ഥാന നായകൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള, എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ നവോത്ഥാന നായകരെ ഓർത്തിരിക്കാനായിട്ട് അവരുടെ ഒരു ബിഹേവിയർ ഓർത്തിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവരുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അവരുടെ രീതികൾ എങ്ങനെയാണ്. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളൊരു സന്യാസ ജീവിതം നയിച്ചിട്ടുള്ള ഒരാൾ സമയത്ത് അദ്ദേഹം എന്താണ്, വളരെ ശാന്തശീലനായിരുന്നു. അദ്ദേഹം വളരെ ലളിതമായ രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനം. അയ്യങ്കാളി ആണെങ്കിലും അതെ അല്ലേ. പക്ഷേ അയ്യങ്കാളിയല്ല, നമ്മുടെ ചട്ടമ്പി സ്വാമികളാണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്ന അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ജാതിപരമായിട്ട് കേരളത്തിൽ വലിയധികം ഡിസ്ക്രിമിനേഷൻസ് ഉള്ള സമയം. അതായത് വലിയവനെന്നും വലിയ മുൻജാതിക്കാരെന്നും പിൻജാതിക്കാരെന്നും അധകൃതനെന്നും ഒക്കെ മനുഷ്യരെ തരംതിരിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം. അത് നമ്മൾ കേരള ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കാലഘട്ടത്തിന്റെ സ്വഭാവം. അപ്പൊ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന കഥയിൽ നിങ്ങൾക്ക് പോകേണ്ടതും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പുലയ സമുദായത്തിൽ നിന്നും ഒരു കുട്ടി ജനിക്കുന്നു. അപ്പോൾ ആ കുട്ടി എന്തെല്ലാം ഫേസ് ചെയ്യുന്നു നമുക്ക് ഊഹിക്കാം. കാരണം ഒരു പുലയ സമുദായത്തിൽപ്പെട്ട, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ അധകൃത ജാതി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ഇതിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് തൻ്റെ അവകാശങ്ങളും തൻ്റെ സമുദായത്തിലെയും തൻ്റെ സമുദായത്തിലെ ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങുമ്പോൾ പോരാടാൻ പോലും അവകാശങ്ങൾ ചോദിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ അത്രയും തീവ്രമായ ഒരു കാലഘട്ടത്തിൽ വളരെ ഊർജ്ജസ്വലനായ, വളരെ ശക്തനായ, എന്നാൽ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്ന, ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നീ എന്താടാന്ന് ചോദിച്ചാൽ നീ ഒന്ന് പോടാന്ന് പറയുന്ന ബിഹേവിയർ ഉള്ള ഒരു നവോത്ഥാന നായകനാണ് ആര്? നമ്മളുടെ അയ്യങ്കാളി. നീ ആരാന്ന് ചോദിച്ചാൽ നീ പോടെ എന്ന് പറയുന്ന ഒരു സ്വഭാവമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? അയ്യങ്കാളിക്കുണ്ടായിരുന്നു. അങ്ങനെ 1863 ഓഗസ്റ്റ് മാസം 28, മലയാള മാസം ചോദിച്ചു കഴിഞ്ഞാൽ 1039 ചിങ്ങം 14. അപ്പോൾ 1863 ഓഗസ്റ്റ് മാസം 28 തീയതി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പ്ലാവത്തറ വീട്, പ്ലവത്തറ എന്ന് എഴുതിയിട്ടുണ്ടല്ല, പ്ലാവത്തറ വീട്ടിൽ അയ്യൻ മാല ദമ്പതികളുടെ മകനായി കാളി എന്ന കുട്ടി ജനിക്കുകയാണ്. 1863 ഓഗസ്റ്റ് മാസം 28 തീയതി, അതായത് 1039 ചിങ്ങമാസം 14 തീയതി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാവത്തറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി ആര് ജനിക്കുന്നു? കാളി എന്ന നമ്മളുടെ അയ്യങ്കാളി ജനിക്കുന്നു. അപ്പൊ അയ്യങ്കാളിയുടെ ബാല്യകാല നാമമാണെന്ത്? കാളി എന്ന് പറയുന്നത്. അപ്പോ കാളി എന്നാണ് ഇനി നമ്മൾ സംബോധന ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ കാളി എന്ന സ്വഭാവം, ഈ പേര് പോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു കാളിയുടെ സ്വഭാവം.
ഭയങ്കര ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും, എന്തിനോടും എതിർക്കാനുള്ള ധൈര്യമുള്ള ഭയങ്കര ഊർജ്ജസ്വലനായ ഒരു ബാല്യകാലവും യൗവനകാലവും ഉണ്ടായിരുന്ന ആളാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോ അയ്യന്റെ മകൻ കാളിയാണ് അയ്യങ്കാളി എന്ന് ഓർത്തിരിക്കുക. അയ്യന്റെ മകൻ കാളിയാണ് അയ്യങ്കാളി. കാര്യം മുൻകാലങ്ങളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, അയ്യൻ എന്നത് ഏത് നവോത്ഥാന നായകന്റെ പിതാവിന്റെ പേരാണ് എന്നുള്ളത്. അപ്പൊ അത് മുൻകാലത്ത് ചോദിച്ചിട്ടുണ്ട്. അയ്യൻ എന്നുള്ളത് അയ്യൻ കാളിയുടെ പിതാവിന്റെ പേരാണ്. അതാണ് അയ്യന്റെ മകൻ കാളി, ബാല്യകാല നാമം കാളി. ഓക്കെ, അങ്ങനെ ഈ ഒരു 19-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ, അതായത് 1800-കളുടെ കാലഘട്ടം എന്ന് പറയുന്നത്, കേരളത്തിൽ പുലയരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമായ ഒരവസ്ഥയാണ്. ഒരുവിധമായ അവകാശങ്ങളുമില്ലാതെ തികച്ചും അടിമകളായി പുലയർ ജീവിക്കുന്ന ഒരു കാലം. ജോലി ചെയ്താൽ കൂലിയില്ല. ആകപ്പാടെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്, ഒരു മണ്ണിന്റെ അടിമകളായി ഇങ്ങനെ തുടർന്നു പോകുന്നൊരു കാലഘട്ടം. ആവശ്യത്തിന് ഭക്ഷണമില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ ചികിത്സ ലഭിക്കില്ല. ഒരു ഇരുകാലി മൃഗത്തെ പോലെ ഒരു മനുഷ്യൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പുലിയ സമുദായം അതിൻ്റെ ഏറ്റവും ദയനീയ ഭാവത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര കഷ്ടപ്പാടുകളുള്ളത്, ഒഴിയ സമ്പ്രദായങ്ങളൊക്കെ ഉള്ള, അതായത് ജന്മിയുടെ തോട്ടത്തിൽ പണിയെടുക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഇരുകാലി മൃഗത്തെ പോലെ മനുഷ്യൻ കഴിയുന്ന ഒരു കാലഘട്ടം. അങ്ങനെ പുലയ സമുദായം വളരെയധികം ദയനീയ അവസ്ഥ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ അയ്യങ്കാളിയുടെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുലയരോടുള്ള ഈ ഉയർന്ന ജാതിക്കാരന്റെ പെരുമാറ്റത്തിൽ വളരെയധികം മനം തൊന്ത് വളരുന്ന ഒരു കുട്ടിയായിരുന്നു ആര്? കാളി. വല്ലാത്ത, കാരണം സ്വന്തം അച്ഛനെയും അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും അതുപോലെ തന്റെ നാട്ടുകാരെയും തന്റെ സമുദായത്തിൽപ്പെട്ട തന്റെ സഹജീവികളോടൊക്കെ ഈ ഉന്നത കുലജാതൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കണ്ട് കുഞ്ഞിലേ മുതലേ ഈ അയ്യന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഈ കാളിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയങ്കര ഒരു എനർജി കയറുകയാണ്. ഇതിനെതിരെ എനിക്ക് വരണം, രംഗത്തേക്ക് വരണം എന്നുള്ള ഒരു ഇത് വരണം. പക്ഷെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഉത്സാഹശാലിയായ നമ്മുടെ അയ്യങ്കാളി എന്തു ചെയ്തു? അങ്ങനെ ക്രമേണ അദ്ദേഹത്തിന്റെ ബാല്യത്തിനു ശേഷം യൗവനത്തിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം എന്തു ചെയ്തു? ഉത്സാഹശാലിയായ നമ്മുടെ അയ്യൻ പുലയരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുവാനായിട്ട് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഇറങ്ങാൻ പോവുകയാണ്. പുലയരുടെ ഉന്നമനത്തിനായി നമ്മളുടെ അയ്യങ്കാളി ഊർജ്ജസ്വലനായ ഭയങ്കര ധൈര്യമുള്ള, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറോയിറ്റിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കണം കേട്ടോ അയ്യങ്കാളി എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പഠിച്ചതുപോലെ തന്നെ. അപ്പോ അങ്ങനെ ഈ അധസ്ഥിത സമുദായത്തിന് സ്കൂളിൽ പോകാനോ വിദ്യാഭ്യാസം നേടാനോ ഉള്ള അവകാശമൊന്നും അന്നത്തെ കാലത്തില്ല. ഈ അയ്യങ്കാളി ജനിക്കുന്ന കാലത്തും എന്താണ് അങ്ങനെ പുലയർക്ക് സ്കൂളിൽ പോകാനോ അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടാനോ ഉള്ള സൗകര്യങ്ങളൊന്നും ഇല്ല, അവർക്കൊന്നും അവകാശങ്ങളില്ല. അപ്പോൾ ഇവരെന്താണ്? നാൽപ്പാടകലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും. തൊട്ടുകൂടായ്മ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നെങ്കിലും ഈ തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന സംസ്കാരം കേരളത്തിൽ മാത്രം കെട്ടിക്കിടക്കുന്ന ഒരു സംസ്കാരമായിരുന്നു. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, തൊട്ടുകൂടായ്മ നിങ്ങൾക്കറിയാമല്ലോ. തീണ്ടിക്കൂടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉന്നത ജാതൻ നടന്നു വരുമ്പോൾ അയാളുടെ കണ്ണിന്റെ ഇത്ര ദൂരങ്ങളിൽ പോലും അധസ്ഥിത ജാതിക്കാരൻ കണ്ണിൽ പതിക്കാൻ പാടില്ല. കണ്ണിൽ പതിച്ചാൽ അവന്റെ കഥ അന്ന് കഴിഞ്ഞത് തന്നെ എന്നുള്ളൊരവസ്ഥ കേരളത്തിൽ ഏറ്റവും അധികം നിന്നിരുന്ന ഒരു ജാതീയ വ്യവസ്ഥയായിരുന്നു തീണ്ടിക്കൂടായ്മ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പോൾ ഒരു പുലയ സമുദായത്തിലെ ഒരു കുട്ടിക്ക്, കാളി എന്ന നമ്മുടെ പയ്യന് പഠിക്കാൻ പോകാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും നമ്മുടെ അയ്യങ്കാളിക്ക് വിദ്യാഭ്യാസത്തിനൊന്നും പോവാനൊന്നും ആ കാലത്ത് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഔപചാരിക വിദ്യാഭ്യാസം നേടാനൊന്നും ആർക്ക് പറ്റിയില്ല? നമ്മുടെ അയ്യങ്കാളിക്ക് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സാന്നിധ്യം നമുക്കറിയാം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളിലും ഈഴവ സമുദായത്തിനും അല്ലെങ്കിൽ അധകൃത സമുദായത്തിനും വേണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അയ്യങ്കാളിയും എങ്ങോട്ടേക്ക് ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി? നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. ആരിൽ പ്രചോദനം കൊണ്ട്? ശ്രീനാരായണ ഗുരുവിൽ പ്രചോദനം കൊണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരു ആയിരുന്നു ഇതിന്റെ പ്രചോദനം എന്ന് പറയുന്നത്. അങ്ങനെ അത് മാത്രവുമായിരുന്നില്ല, നമ്മുടെ ഗുരുവിന്റെ ഗുരു എന്ന് പറയുന്ന നമ്മുടെ തൈക്കാട് അയ്യയുടെ ഉപദേശവും ആർക്ക് ലഭിച്ചു? കാര്യം തൈക്കാട് അയ്യയുടെ പ്രിയ ശിഷ്യരിൽ ഒരാളായിരുന്നു അയ്യങ്കാളി എന്ന് പറയുന്നത്. അത് ഈ തൈക്കാട് അയ്യ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം.
പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അത് ക്ലാസ്സിൽ കേൾക്കും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരാളാണ് അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ ആരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്? തൈക്കാട് അയ്യയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വലിയൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുപഠിച്ച് തൻ്റെ സമുദായത്തിന്റെ ഉന്നമനത്തിനായി ശ്രീനാരായണ ഗുരു ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അയ്യങ്കാളിയും എന്ത് ചെയ്തു? ആ സാമൂഹിക പ്രവർത്തനം എന്ന പേരിൽ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ താഴ്ന്ന ജാതിക്കാർ ഈ ക്രിസ്തു മതത്തിലേക്ക് വലിയൊരു ശതമാനം പരിവർത്തനം ചെയ്യുന്നു എന്നൊരു പ്രശ്നം വന്നു. കാര്യം പുലയന് യാതൊരുവിധമായ അവകാശവുമില്ല. പക്ഷെ പുലയനിൽ നിന്നും ക്രിസ്ത്യാനിയായി മാറിയാൽ എന്ത് ഗുണം കിട്ടും? ആ മുൻ ജാതിക്കാരൻ അനുഭവിക്കുന്ന പല പ്രിവിലേജുകളും ആർക്ക് ലഭിക്കും? ഇവർക്ക് കിട്ടും. അപ്പൊ സ്വന്തം സമുദായത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ജീവിക്കാൻ പറ്റില്ല. അടിമകളെ പോലെ ജീവിക്കുന്നതിലും ഭേദം എന്താ? മതം മാറി സ്വസ്ഥ ജീവിതം നയിക്കുന്നതാണെന്ന് കരുതി വലിയ രീതിയിൽ എന്താണ് പുലയരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടന്നുകൊണ്ടേയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ അത് തടയാനും അതുപോലെ തന്നെ നായന്മാരെ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യവുമൊക്കെ ആയിട്ട് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ വരാൻ പോവുകയാണ്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു പുള്ളിക്കാരൻ വരാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സദാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിന്റെ പേരാണെന്ത്? സദാനന്ദ സ്വാമികൾ. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തി. അങ്ങനെ ഈ സദാനന്ദ സ്വാമികളുടെ പ്രവർത്തനങ്ങൾ വല്ലാതെ ആകർഷിച്ചു ആരെ? ആ അയ്യങ്കാളിയെ. അദ്ദേഹം കാരണം എന്താണ്? ഈ താഴ്ന്ന ജാതിക്കാർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത് തടയണം, ഒന്ന്. പിന്നെന്താണ്? നായന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെതിരെ നായന്മാരെ സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശം. അപ്പോൾ എന്താണ്? മുൻജാതിക്കാരൻ പിൻജാതിക്കാരന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അവരെ സംഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ആ കൊച്ചിയിൽ നിന്നും ഒരു ടീം ഇറങ്ങിയിരിക്കുന്നു തിരുവനന്തപുരത്തേക്ക്. അദ്ദേഹത്തിന്റെ പേരാണെന്ത്? സദാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. അങ്ങനെ സദാനന്ദ സ്വാമികൾ വന്നെടുത്ത നായന്മാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഈ തിരുവിതാംകൂറിലെയൊക്കെ നായന്മാരോടൊക്കെ എന്ത് പറഞ്ഞു നോക്കി? ഈ താഴ്ന്ന ജാതിക്കാർ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നു. ഹിന്ദു മതത്തിൽ നിന്നും അവര് പുലയ സമുദായമാണെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസികളാണ്. അപ്പൊ അതിൽ നിന്നും ക്രൈസ്തവരിലേക്ക് അത് മാറ്റപ്പെടുന്നു. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നായന്മാരായ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാമെന്ന് ആര് പറഞ്ഞു? ഈ സദാനന്ദ ഗുരു പറഞ്ഞു നായന്മാരോട്. നായന്മാരെന്ത് ചെയ്തതാണ്? സ്വാഭാവികമായിട്ടും താൻ തൻ്റെ പണിയൊക്കെ നോക്കിക്കൊണ്ട് പോക്കോ, തൻ്റെ കാഷായ വേഷം കൊണ്ട് ഈ വേലിയെ കണ്ടുകൊണ്ട വേലി കടക്കരുതെന്ന് പറഞ്ഞ് നായന്മാരെന്ത് ചെയ്തു? ഇദ്ദേഹത്തെ അങ്ങ് ഓടിച്ചു വിട്ടു. ആരെ? സദാനന്ദ സ്വാമികളെ ഓടിച്ചു വിട്ടു. അപ്പോ നായന്മാര് സ്വാഭാവികമായിട്ടും ഈ സദാനന്ദ സ്വാമികളോട് സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ആര്? ഈ സദാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ നമ്മളുടെ സദാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനം അയ്യങ്കാളിക്ക് വേണ്ടി അദ്ദേഹം അതിന്റെ ഒരു ശാഖ തിരുവിതാംകൂറിൽ ആരംഭിച്ചു. അയ്യങ്കാളിക്ക് വേണ്ടി സദാനന്ദ സ്വാമികളുടെ ഒരു സംഘടനയുടെ ശാഖ എവിടെ ആരംഭിക്കുന്നു? ഈ തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നു. ആ സംഘടനയുടെ പേരാണ് ബ്രഹ്മനിഷ്ഠ വിദ്യാമഠം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ ഈ ബ്രഹ്മനിഷ്ഠ വിദ്യാമഠം എന്ന് തരുന്നതിന് പകരം ബ്രഹ്മനിഷ്ഠ മത ചിത്സഭ എന്ന് ചിലപ്പോൾ തന്നേക്കാം. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബുക്കുകളിൽ അങ്ങനെയും ഒരു പേര് ഈ സംഘടനയ്ക്ക് കിടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പേര്? ബ്രഹ്മനിഷ്ഠ മതം അല്ലെങ്കിൽ ചിത്സഭ. ഇങ്ങനെ ഒരു പേരിൽ തന്നാലും നിങ്ങൾക്ക് തെറ്റേണ്ട കാര്യമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രഹ്മനിഷ്ഠ വിദ്യാമഠം അയ്യങ്കാളിക്ക് വേണ്ടി അതിൻ്റെ ഒരു ശാഖ ആര് തുടങ്ങി? ഈ സദാനന്ദ സ്വാമികള് നമ്മുടെ തിരുവിതാംകൂറിൽ തുടങ്ങി. നമുക്കിതൊരു ചോദ്യത്തിന്റെ രീതിയിലൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു ലെക്ചർ നോട്ടായിട്ട് എഴുതി പൊക്കോണം, ഇപ്പൊ തന്നെ പൊക്കോണം. ഓക്കെ, ഈ കഥയായിട്ടൊന്നും എഴുതേണ്ട, പ്രധാനപ്പെട്ട പോയിന്റ്. സദാനന്ദ സ്വാമികൾ എന്തുമായി ബന്ധപ്പെട്ടു? ബ്രഹ്മനിഷ്ഠ വിദ്യാമഠം. ബ്രഹ്മനിഷ്ഠ വിദ്യാമഠം എന്ന് പറയുന്ന ശാഖ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ആളാണ് ആര്? അയ്യങ്കാളി എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ എന്താണ് അയ്യങ്കാളിയും ഈ സദാനന്ദ സ്വാമികളും ബ്രഹ്മനിഷ്ഠ വിദ്യാമഠവും തമ്മിലുള്ള ബന്ധമെന്നൊന്നും ജസ്റ്റ് ഒന്ന് അതിൻ്റെതായ രീതിയിലൊന്നും എഴുതിയാൽ മതി, അല്ലാതെ കഥയൊന്നും എഴുതി വെക്കണ്ട. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും ഈ പുലയ സമുദായത്തിന്റെ ദയനീയ അവസ്ഥ രാജാവിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു സംഘടന വഴി സദാനന്ദ സ്വാമികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വലിയൊരു ശക്തമായ ഒരു ഫലമൊന്നും കണ്ടിട്ടുള്ള പ്രവൃത്തികളാകുന്നില്ല എന്നതുകൊണ്ട്
അത് വലിയൊരു പ്രസക്തമായ കാര്യമായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് നമ്മൾക്ക് പഠിക്കാൻ ഉണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്. അങ്ങനെ പുലയരുടെ മതം മാറ്റൽ എന്ന് പറയുന്ന പരിപാടി ശക്തമായിട്ട് ഇങ്ങനെ ഒരറ്റത്തൂടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 1888 കാലഘട്ടം എത്തി. 1888 കാലഘട്ടം എത്തി. ഓക്കെ, അപ്പോൾ ഈ ഏതാണ്ട് എത്ര ആയി കാണും, ഒരു 20കൾക്ക് അല്ലെങ്കിൽ 25കൾക്ക് ശേഷമുള്ള നമ്മുടെ വളരെ യൗവന തീഷ്ണമായ നമ്മുടെ അയ്യങ്കാളിയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അയ്യങ്കാളി 1888 ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിക്കുന്നു. കൊച്ചുകുഞ്ഞ്, അതുപോലെ തന്നെ ശിവതാണു, അതുപോലെ തന്നെ പൊന്നു, അതുപോലെ തന്നെ ചെല്ലമ്മ എന്ന അമ്മയുടെ പേരുണ്ടായ ഏറ്റവും ഇളയ മകന് ചെല്ലപ്പൻ എന്നും പേരിട്ട് കൊടുത്തു. എന്താണ്? കൊച്ചുകുഞ്ഞ്, ശിവതാണു, പൊന്നു, ചെല്ലപ്പൻ, അങ്ങനെ 4 ആൺമക്കളും 1 പെൺമകളും ഉണ്ടായിരുന്നു. പെൺമകളുടെ പേരാണ് തങ്കമ്മ. പെൺകുട്ടിയുടെ പേരായിരുന്നു എന്ത്? തങ്കമ്മ. അങ്ങനെ 5 മക്കളായിരുന്നു അവർക്കുണ്ടായിരുന്നത്, അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അയ്യങ്കാളിയുടെ ഭാര്യയുടെ പേര് നമ്മൾ പഠിച്ചു അല്ലെ? മാഞ്ചാങ്കുഴിയിലുള്ള ചെല്ലമ്മ എന്ന് പറയുന്ന സ്ത്രീയെയാണ് അയ്യങ്കാളി വിവാഹം കഴിക്കുന്നത്. ആ ഒരു ബന്ധത്തിൽ അവർക്ക് 5 മക്കളുണ്ടാകുന്നു. ആദ്യത്തെ കൊച്ചുകുഞ്ഞ്, അത് കഴിഞ്ഞ് ശിവതാണു, അത് കഴിഞ്ഞ് പൊന്നു, അത് കഴിഞ്ഞ് ചെല്ലപ്പൻ, പിന്നെ 5ാമതായി ഒരു പെൺകുട്ടി ഉണ്ടാകുന്നു. അവരുടെ പേരാണ് തങ്കമ്മ. ഇത്രയുമാണ് എന്ത്? അയ്യങ്കാളിയുടെ ജീവിത പങ്കാളിയും അല്ലെങ്കിൽ അവരുടെ മക്കളും, കുടുംബം എന്ന് പറയുന്നത്. എന്നിട്ടും അയ്യങ്കാളി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിയിട്ടുണ്ടാവുമോ? ഇല്ല, പ്രവർത്തനമൊന്നും നിർത്തില്ല. അങ്ങനെ അയ്യങ്കാളി എന്തു ചെയ്തു? വീണ്ടും പുലയരുടെ ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ ആ കാലം ഈ അയ്യങ്കാളിക്കോ തൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്കോ ഒന്നും എന്താണ്, പൊതുനിരത്തിലൂടെ നടക്കാൻ പോയിട്ട് സ്വതന്ത്രമായിട്ടൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പം പൊതുവഴിയിൽ കൂടി നടക്കാൻ അവകാശമില്ല, പല വഴിയിൽ കൂടി പ്രവേശിക്കാൻ പോലും അവകാശമില്ല. നമുക്കറിയാം, നമ്മുടെ വൈക്കം ക്ഷേത്രത്തിന്റെ വഴികളിലൂടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേരള ചരിത്രം പഠിച്ചപ്പോൾ ആ കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേ പ്രശ്നം പലയിടത്തുകളിലുണ്ട്. പല വഴിയിൽ കൂടി ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യങ്ങളില്ല. ഇവർക്ക് കാൽനടയായി മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ, വാഹനങ്ങളിൽ പോകാൻ പറ്റില്ല. അപ്പൊ വില്ലുവണ്ടിയിലോ കാളവണ്ടിയിലോ ഒന്നും പോകാനായിട്ട് ഇവർക്കൊന്നും പറ്റില്ല. അങ്ങനെ അയ്യങ്കാളിക്കോ തന്റെ സമുദായത്തിൽപ്പെട്ടവർക്കോ പൊതുനിരത്തിൽ നടക്കാൻ അവകാശമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു എന്ത്? യൗവന തീഷ്ണനായ നമ്മളുടെ അയ്യങ്കാളിയുടെ ആദ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ വഴി നടക്കാനുള്ള അവകാശം തേടി അദ്ദേഹം ഇറങ്ങുകയാണ് സമൂഹത്തിലേക്ക്. ആർക്ക്? പുലയർക്ക് വഴി നടക്കാനുള്ള അവകാശങ്ങൾ തേടി ഇറങ്ങുകയായിരുന്നു അയ്യങ്കാളിയുടെ ആദ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ തൻ്റെ അതേ സമപ്രായക്കാരായ ഭയങ്കര ശക്തരായ, നല്ല പണിയൊക്കെ എടുത്ത് നല്ല ആരോഗ്യമൊക്കെ ഉള്ളവരാണ്, നല്ല പണിയൊക്കെ എടുത്ത് നല്ല ആരോഗ്യമൊക്കെ ഉള്ളവരായതുകൊണ്ട് എന്ത് പറ്റി? കുറെ ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അയ്യങ്കാളി പറഞ്ഞു, നമുക്ക് കട്ടയ്ക്ക് ഒറ്റ ടീമായിട്ട് നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങനെ എന്തു ചെയ്തു? വളരെ വിപ്ലവ വീര്യമുള്ള ഒരു സംഘം യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി പട എന്ന് പറയുന്ന പേരിൽ ഒരു ഗ്രൂപ്പിനെ അങ്ങ് ഫോം ചെയ്തു, അല്ലെങ്കിൽ അതിനെ അങ്ങ് സംഘടിപ്പിച്ചു. അയ്യങ്കാളി. എന്താണ് അതിന്റെ പേര്? അയ്യങ്കാളി പട. വളരെ വിപ്ലവ വീര്യമുള്ള ഒരു സംഘം യുവാക്കളുടെ ഒരു സംഘമാണ്. ആരെങ്കിലും ചൊറിയാൻ വന്ന കൂട്ടത്തോടെ കയറി ഇടിച്ചങ്ങ് മറിക്കുക. ഇതാണ് ഇവന്മാരുടെ പരിപാടി എന്ന് ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെ അനുയായികൾക്കൊപ്പം, ഈ അയ്യങ്കാളിപ്പടയിലെ അനുയായികൾക്കൊപ്പം സ്വന്തം ജന്മസ്ഥലമായ വെങ്ങാനൂർ ഗ്രാമത്തിലെ വളരെ വിലക്കപ്പെട്ട ഒരു പാതയിലൂടെ നമ്മുടെ അയ്യങ്കാളിയും ടീമും ഇങ്ങനെ നടന്നു വരികയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത് വെങ്ങാനൂരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രദേശത്തിലൂടെ വഴിനടക്കൽ നിയമം എതിർത്ത നവോത്ഥാന നായകൻ എന്നൊക്കെ ചിലപ്പം ആ രീതിയിലൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റിലൊക്കെ തരും. ഐഡന്റിഫൈ ദ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകനെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലായിരിക്കും. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തു വെച്ചൊക്കെ തരും. അപ്പൊ അന്ന് തെറ്റാൻ പാടില്ല, അതിനാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്, വിശാലമായി പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? വിലക്കപ്പെട്ടിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു നമ്മുടെ വെങ്ങാനൂർ. ആ വെങ്ങാനൂർ റോഡിൽ കൂടെ ജന്മികൾ മാത്രം നടന്നു പോകാൻ അവകാശമുള്ള വഴിയിലൂടെ നമ്മുടെ അയ്യങ്കാളി മുമ്പിൽ, ചുറ്റും നമ്മുടെ അയ്യങ്കാളിപ്പട ടീം അംഗങ്ങൾ ഇങ്ങനെ നടന്ന് എന്ത് ചെയ്തു? ആ ഒരു നിയമത്തെ ലംഘിച്ചു. അങ്ങനെ വിലക്കപ്പെട്ട പാതയിലൂടെ അദ്ദേഹം നടന്നു. ഇതിന്റെ പേരിൽ വലിയൊരു സംഘർഷം ആ പ്രദേശത്ത് നായന്മാരും പുലയരും തമ്മിലുണ്ടായി. അയ്യങ്കാളിപ്പടയുടെ ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കാനല്ലാതെ ഒരു വക ചെയ്യാനായിട്ട് ആർക്ക് പറ്റിയില്ല? ജന്മികൾക്ക് പറ്റിയില്ല. മുട്ടുമടക്കി ഓടി, ഇവന്മാർ ഇടിച്ച് തൂഫാനാക്കി ഓടിച്ചു എല്ലാത്തിനെയും ജന്മികൾ.
അങ്ങനെ 1893 കാലഘട്ടം എത്തി. ഓക്കെ, ഈ വളരെ ഇമ്പോർട്ടന്റ് ഡേറ്റുകളെ ഞാൻ എടുത്തു പറയുന്നുള്ളൂ കേട്ടോ. 1893. അപ്പോ ഈ 1893 കാലത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ അല്ലെങ്കിൽ കവടിയാർ കൊട്ടാരം വരെ അലങ്കരിച്ച് ഭംഗിയുള്ള ഒരു കാളവണ്ടി, ഒരു വില്ലുവണ്ടി അല്ലെങ്കിൽ ഒരു കാളവണ്ടി, അലങ്കരിച്ച് ഭംഗിയാക്കിയ ഒരു വില്ലുവണ്ടി അല്ലെങ്കിൽ ഒരു കാളവണ്ടിയിൽ വളരെ ആയുധധാരിയായ നമ്മുടെ അയ്യങ്കാളി ഇങ്ങനെ പൊതുവഴിയിലൂടെ, ഏത് വഴിയിലൂടെ? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ, രാജാവിന്റെ പടിക്കൽ വരെ ആര് പോയി? നമ്മുടെ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ച് പോയി. അന്ന് പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് വാഹനം യാത്ര ചെയ്യാൻ പറ്റില്ല, പൊതുവഴിയിൽ നടക്കാൻ പറ്റില്ല, ആരുടെയും കണ്ണിൽ പെടാൻ പാടില്ല, വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, വില്ലുവണ്ടി ഒട്ടുമേ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ നിയമങ്ങളുള്ള സമയത്താണ് ഇത് എല്ലാം ലംഘിച്ചുകൊണ്ട് പൊതുവഴിയിലൂടെ 4 പേരെ കാണിച്ചുകൊണ്ട് അലങ്കരിച്ച ഒരു വില്ലുവണ്ടിക്കകത്ത് നമ്മുടെ അയ്യങ്കാളി ഇങ്ങനെ കാളയെ കൊണ്ട് ഓടിച്ച് എങ്ങോട്ടേക്ക് പോകുന്നത്? കവടിയാർ കൊട്ടാരത്തിന്റെ പടിക്കൽ വരെ, കവടിയാർ കൊട്ടാരം വരെ അദ്ദേഹം വില്ലുവണ്ടി തെളിച്ചു. ഈ ചരിത്ര പ്രസിദ്ധമായ സംഭവത്തെയാണ് നമ്മൾ പറയുന്നത് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത്. 1893 അയ്യങ്കാളി എന്ത് നടത്തുന്നത്? വില്ലുവണ്ടി യാത്ര നടത്തുന്നത്. ആ സംഭവം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും മേൽജാതിക്കാർക്ക് ഇതൊരു വലിയ അറപ്പൊക്കെ ഉണ്ടാക്കിയെങ്കിലും മുമ്പഴത്തെ പോലെ കയറി അയ്യങ്കാളി എടുത്ത് ചൊറിയാനൊന്നും ഉമാര് പോലെ. കാര്യം ചെന്ന് കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടുമെന്ന് ആർക്കറിയായിരുന്നു? ജന്മികൾക്കറിയായിരുന്നു. അതുകൊണ്ട് ജന്മികൾ എങ്ങോട്ട് പോയില്ല, അയ്യങ്കാളിയുടെ അടുത്തേക്ക് പോയില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് 1898 കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചാലിയത്തെരുവ് ലഹളയും നടക്കുന്നത്. ഇതേപോലെ പ്രവേശനമില്ലാത്ത ചന്തകളിൽ പ്രവേശന അനുമതി ഇല്ലായിരുന്നു. ആർക്ക്? ഈ പുലയർക്ക് ചന്തകളിൽ പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ചന്തകളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ ഈ കച്ചവടത്തിനായിട്ടുള്ള ഈ ജന്മികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തിന്റെ കാര്യം കേട്ടോ പറയുന്നത്, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ശരിക്കും അന്നത്തെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു, സാമൂഹിക സാഹചര്യത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാറ്. അതായത് ഇവര് ചന്തയിൽ നിന്ന് പ്രവേശിക്കില്ല. കാരണം ഈ ചന്തയിൽ ഇപ്പം നിങ്ങൾക്ക് തോന്നും നായന്മാരൊക്കെ കച്ചവടം നടത്തുന്നതല്ല. നായവരും ഈഴവ സമുദായത്തിലുള്ളവരും ക്രിസ്ത്യാനികളും ഒക്കെ കച്ചവടക്കാരായിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ പുലയർ വരുമ്പോൾ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇവരെയും ശരിക്കും അധകൃത ജാതിക്കാരായിട്ട് തന്നെയാണ് വെക്കുന്നത്. പക്ഷെ അവര് പോലും അന്നത്തെ കാലത്ത് പുലയരവിടെ പ്രവേശിക്കുന്നതിൽ വിലക്കിയിരുന്നു. കുളിക്കാൻ പോലും അവകാശമില്ല. അത്ര തീവ്രമായിരുന്നു. ഇങ്ങനെ അഴുക്കോടുള്ള ശരീരത്തോടു കൂടി നേരെ ചൊവ്വേ വസ്ത്രം പോലും ധരിക്കാൻ അവകാശമില്ലാതെ ഒരു പറ്റം മനുഷ്യര് ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടായതാണ് 1898 ചാലിയത്തെരുവ് ലഹള എന്ന് പറയുന്നത്. അത് 1898. 93 വില്ലുവണ്ടി യാത്ര, 98 ചാലിയത്തെരുവ് ലഹള അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അങ്ങനെ ഈ അയിത്ത ജാതിക്കാര് ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ജോലികളിൽ നിന്ന് വല്ലാതെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ അയിത്ത ജാതിക്കാരെ ഗവൺമെന്റ് സർവീസിലുള്ള നമ്മൾ ഈ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതെന്താണ്? അതിലെല്ലാവരും ഉണ്ടല്ലോ. ഈ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്, നായർ കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. ആ ഒരു നിവേദന കാലഘട്ടം എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോ ഈ അയിത്ത ജാതിക്കാർക്ക് ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നൊരു ന്യായമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസം എടുക്കാം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ടോ? അതിനുമുള്ള അവകാശമില്ല. സ്കൂളുകളിൽ പ്രവേശിക്കാനോ പഠിക്കാനോ അവകാശമില്ല. അതുമില്ലാത്തത് കൊണ്ട് വിദ്യാഭ്യാസമില്ല എന്ന പേരിൽ എന്താണ്? ഗവൺമെന്റ് ജോലികളിൽ നിന്നും അധകൃത ജാതിക്കാരെ അല്ലെങ്കിൽ അയിത്ത ജാതിക്കാരെ മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെ ഇതിൻ്റെയൊക്കെ പ്രധാന അടിസ്ഥാനം വിദ്യാഭ്യാസമാണ് എന്ന് മനസ്സിലാക്കിയ നമ്മളുടെ കാളി, അതായത് നമ്മുടെ അയ്യങ്കാളി 1905 വെങ്ങാനൂരിൽ പുലയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പുലയരുടെ മക്കൾക്കായി ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. 1905 പുലയ മക്കൾക്കായി, പുലയ വിദ്യാർത്ഥികൾക്കായി വെങ്ങാനൂരിൽ എന്താരംഭിച്ചു? ഒരു സ്കൂൾ, കുട്ടികൾക്കായി ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കാൻ മുൻകൈ എടുത്തു. ആര്? അയ്യങ്കാളി. പക്ഷേ പിൽക്കാലത്ത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ ജന്മികൾ ആ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞേ. നിലനിർത്താനൊന്നും പറ്റിയില്ല. പക്ഷേ
തങ്ങളുടെ സമുദായത്തിലെ കുട്ടികൾ വിദ്യാസമ്പന്നരായാൽ, നാളെയുടെ തലമുറ വിദ്യാസമ്പന്നരായാൽ തങ്ങളുടെ സമുദായം വളരുമെന്ന് വളരെ ദീർഘവീക്ഷണമുള്ള, വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ല അയ്യങ്കാളി, വളരെ ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ദൈവം എന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് അമാനുഷികമായ ഒന്നുമില്ല, വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു മനുഷ്യന്റെ തലയിലേക്കുള്ള ചിന്തകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചിന്തിക്കുകയാണ്, നാളത്തെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തൻ്റെ സമുദായം വളരെ പുരോഗമന മുഖമെത്തും, മറ്റുള്ള സമുദായക്കാർ വിദ്യാസമ്പന്നരായതുകൊണ്ടാണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്, അതുകൊണ്ട് തങ്ങൾക്കും തൊഴിൽ കിട്ടണം, അതിന് വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം നേടുവാനായിട്ട് 1905 തൻ്റെ സ്വന്തം സ്ഥലമായ വെങ്ങാനൂരിൽ അദ്ദേഹം പുലയ കുട്ടികൾക്കായി ഒരു സ്കൂൾ ആരംഭിച്ചു. പക്ഷേ ഇത് അയിത്തജാതിക്കാർ പിന്നീട് കത്തിച്ചു കളയുന്നുണ്ട്, നമ്മൾ പഠിക്കണ്ട, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അധകൃത വിഭാഗത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത്, അധകൃത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അധകൃത വിഭാഗത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ വിദ്യാലയമായിരുന്നു 1905 അയ്യങ്കാളി സ്ഥാപിച്ച വെങ്ങാനൂരിലെ പുലയ വിദ്യാർത്ഥികൾക്കായുള്ള സ്കൂള് എന്നതും വളരെയധികം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ. പക്ഷെ അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ 1904 കാലഘട്ടമൊക്കെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് വളരെ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു അമെൻമെന്റ് നടന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക. ഇപ്പം ശബരിമല സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നൊരു വിഷയം, അതിൻ്റെ ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം തുല്യതാ വിഷയം മുൻനിർത്തി ഉണ്ടായ ഒരു നിയമമാണ്. പക്ഷെ അത് ഇതുവരെ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ അന്നും ഇതിനൊക്കെ ശേഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ പുലയരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ സമ്മതിച്ചെങ്കിലും അതൊന്നും ആദ്യകാലങ്ങളിലൊന്നും നടക്കത്തില്ല. കാര്യം ഭയങ്കര ജന്മികൾ തീയിട്ട് കൊന്നുകളയും, പേടിയായിരുന്നു മനുഷ്യർക്ക്, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാനേജ്മെന്റുകളുടെ സ്കൂളുകൾ, കൂടുതലും മാനേജ്മെന്റ് സ്കൂളുകളാണ്. ഈ മാനേജ്മെന്റ് സ്കൂളുകളിൽ പുലയ കുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള സംഘം. തങ്ങളുടെ കുട്ടികൾ കൂടി പഠിക്കാനുള്ള മാനേജ്മെന്റ് സ്കൂളുകളിലും അവസരം ഒരുക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും ഈ മാനേജ്മെന്റുകളൊന്നും ഒന്നും കേട്ടില്ല. പ്രധാനപ്പെട്ട ജന്മികളൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു സമരത്തിന് തയ്യാറെടുക്കാൻ വേണ്ടി അയ്യങ്കാളി തന്റെ സമുദായത്തോട് പറഞ്ഞു, എല്ലാവരും റെഡി ആയിക്കോ, നമ്മളെ അവന്മാർ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളില്ലാതെ അവന്മാർ ജീവിക്കില്ല, നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് ആര് പറഞ്ഞു? അയ്യങ്കാളി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല് മുളയ്ക്കും. അതായത് ജന്മിമാര് പണിയൊന്നും എടുക്കത്തില്ല, കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടത് ഈ അയിത്തജാതിക്കാരനായ പുലയനാണ് അദ്ദേഹം അവരുടെ പുരയിടങ്ങളിൽ പണിയെടുക്കേണ്ടത്. ഭക്ഷണമൊന്നും നേരെ ഇവ കൊടുക്കത്തില്ല, നമുക്കറിയാമല്ലോ. പക്ഷേ ഇവർ പണിയെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, ഒരു പണി മുടക്കങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ യവന്മാരുടെ കഞ്ഞിയോടി മുട്ടും. ഒരു നീണ്ട ഒരു പണിമുടക്ക് വന്നു കഴിഞ്ഞാൽ ആരുടെ പണിമുടക്ക് ഇത് മുട്ടും? ജന്മികളുടെ. കാര്യം നേരെ ചൊവ്വേ ഭക്ഷണം എന്തായാലും ഇല്ല പണിയെടുത്താലും, എന്നാൽ പിന്നെ സമരം ചെയ്താൽ എന്താ? അങ്ങനെ സമരം ചെയ്യാനായിട്ട് തൻ്റെ സമുദായത്തിലുള്ള ആൾക്കാരോട് പറയുകയും അവർ അയ്യങ്കാളിയോടൊപ്പം ഒത്തു നിൽക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ അയ്യങ്കാളി അങ്ങനെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, എന്ത്? ഞങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല് കുരുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആര്? അയ്യങ്കാളി. ഓക്കെ. അങ്ങനെ ഏറെക്കാലം എന്ത് ചെയ്തു? ഈ നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ കാലത്ത് ഒരുപാട് കാലം എന്നിട്ട് നമ്മുടെ നാട്ടില് ഈ കണിയാപുരം, ആറ്റിങ്ങല്, കഴക്കൂട്ടം ഈ ഭാഗത്തൊക്കെ ഒരുപാട് നെൽകൃഷിയുള്ള സ്ഥലമായിരുന്നു. അപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെ, ഇതൊക്കെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ, നമുക്ക് പഠിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ആ കഥയുടെ ഒരു ഫ്ലോപ്പിക്ക് പറയുന്നത്. അപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കാലഘട്ടങ്ങളിൽ കൃഷിയൊന്നുമില്ലാതെ തരിശു ഭൂമിയായി ഇങ്ങനെ പുല്ലും മുളച്ച് കാടും പിടിച്ച് കുറേ കാലഘട്ടം അങ്ങനെ അങ്ങ് കിടന്നു. ഒരുപാട് കാലഘട്ടം ഈ പണിമുടക്ക് തുടർന്നു. അന്ന് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളി സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പുലയരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു, ഭക്ഷണമൊക്കെ കൊടുക്കാനും ഒക്കെ. അവർക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റി കിട്ടിയത് കൊണ്ട് തന്നെ ഇവർ പണിയെടുക്കാൻ പോയിട്ടുമില്ല. പട്ടിണിയാണെങ്കിലും ഉണ്ട് മുറുക്കി കൊടുത്തവർ ആ സമരത്തിന് ശക്തമായി നിന്നു. അതുകൊണ്ട് തന്നെ ഈ ഏറെക്കാലം ഈ ജന്മികളുടെ പാടങ്ങളിൽ എന്തുപറ്റി? ഈ പുല്ല് കയറി തന്നെ അങ്ങ് നിന്നു. അങ്ങനെ 1913 ആരംഭിച്ച ഈ ഒരു സമരം 1914 ഗവൺമെന്റിന്റെ ഇടപെടലോട് കൂടിയാണ്. കാരണം ഗവൺമെന്റിന് മനസ്സിലായി ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖജനാവ് കാലിയാവും, കൃഷി ഉൽപ്പന്നങ്ങൾ ഇല്ലെങ്കിൽ കച്ചവടം ഒന്നും നടക്കത്തില്ല. അങ്ങനെ മനസ്സിലായി ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടുകയും, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ രാജാവ്, വിഷയത്തിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തു. അങ്ങനെ സ്വന്തം നാട്ടിലെ വിദ്യാലയങ്ങളിൽ പുലയ കുട്ടികൾക്കും പഠിക്കാമെന്ന അവകാശം ആര് നേടിക്കൊടുത്തു? അയ്യങ്കാളി നേടിക്കൊടുത്തു. അങ്ങനെ 1900
15 കാലഘട്ടം 1907 സാധുജന പരിപാലന സംഘം ഉണ്ടാക്കുന്നുണ്ട്. 1938 അത് പുലയ മഹാസഭയാകുന്നുണ്ട്. സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞാൽ പുലയരുടെ ഉന്നമനത്തിനായി 1907 നമ്മളുടെ അയ്യങ്കാളി രൂപീകരിച്ച ഒരു സംഘടനയാണെന്ത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് SNDP എന്നതുപോലെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന ഇഴവ സംഘടന പോലെ തന്നെ പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി 1907 സാധുജന പരിപാലന സംഘം ഇദ്ദേഹം ആരംഭിക്കുന്നത്. 1938 കൂടി ഇതിന്റെ പേര് പുലയ മഹാസഭ എന്നായി കേട്ടോ. ഓക്കെ, അങ്ങനെ 1915 കാലഘട്ടം എത്തി. 1915 കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് 1915 കാലഘട്ടം എത്തി. അങ്ങനെ തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. തിരുവനന്തപുരത്ത് നമ്മൾ കന്യാകുമാരി റൂട്ടിലേക്ക് പോകുമ്പോൾ കരമന പാപ്പനംകോടൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ൂരുട്ടമ്പലം. അങ്ങനെ തിരുവനന്തപുരം ഊരുട്ടമ്പലം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു പുലയക്കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് പഞ്ചമി എന്നാണ്, പഞ്ചമി. അങ്ങനെ ഈ പഞ്ചമി എന്ന ഈ ഒരു ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി നമ്മുടെ അയ്യങ്കാളി കയ്യും പിടിച്ചുകൊണ്ട് നേരെ ഊരുട്ടമ്പലം സ്കൂളിലോട്ട് ചെന്ന് അങ്ങ് കയറിക്കൊടുത്തു. അങ്ങനെ കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് ആ സ്കൂളിന്റെ മാനേജർ എന്ന് പറയുന്നത്, കൊച്ചപ്പിപ്പിള്ള. അങ്ങനെ കൊച്ചപ്പിപ്പിള്ളയോട് പറഞ്ഞു, ഈ കുട്ടിയോടെ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും കിട്ടിയതാണ്, ഞങ്ങളുടെ പഠിപ്പിക്കണം പറഞ്ഞു. അപ്പൊ കൊച്ചപ്പിള്ള പറഞ്ഞു, എന്തായാലും പറ്റില്ല, അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടാകും, വലിയൊരു വർഗീയ ലഹളയ്ക്ക് അത് കാരണമാകും, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അയ്യങ്കാളി ഒന്നും നോക്കില്ല, കുട്ടിയെ പിടിച്ച് ക്ലാസ് റൂമിലെ ഒരു ബെഞ്ചിനകത്തിരുത്തി. ഈ ബെഞ്ച് എടുത്ത് പുറത്തെടുത്ത് എറിഞ്ഞിട്ട് അവിടെ ഇരുന്ന സവർണജാതിക്കാരുടെ മക്കളെല്ലാം ഇറങ്ങിപ്പോയി. എന്നിട്ട് പഞ്ചമിയെ ഇരുത്തിയ ബെഞ്ച് അന്നെടുത്ത് പുറത്ത് എറിഞ്ഞിട്ട് അത് തീയിട്ട് കത്തിച്ചു എന്നുള്ളൊരു ചരിത്രമുണ്ട്. അങ്ങനെ വലിയൊരു കോലാഹലത്തിന് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു എന്ത്, ഈ ഊരുട്ടമ്പലത്ത് പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നു. അത് ജന്മികൾ തടയുകയും ഭാവിയിൽ വലിയൊരു വിഷയമുണ്ടാവുകയും ചെയ്ത സംഭവമാണ്. ആ സംഭവം ഇതാണ്, ഈ കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന ഒരാളായിരുന്നു മാനേജർ. അദ്ദേഹം ഈ ജന്മിമാരുമായിട്ടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഈ പഞ്ചമിയെ കൊണ്ടൊരു പഞ്ചമിയെ ബെഞ്ചിലിരുത്തി. അപ്പോൾ ഈ ബെഞ്ച് എന്ത് ചെയ്തു, ഈ ബെഞ്ച് എടുത്ത് എറിഞ്ഞിട്ട് അതെടുത്ത് തീയിട്ട് കത്തിച്ചൊരു നാടാണിത്. അങ്ങനെ ഒരു ചരിത്രത്തിന്റെ ഭാഗം കേട്ടോ, ഞാൻ ജസ്റ്റ് ആ സ്റ്റോറി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഭാവിയിൽ പുലയർക്ക് പ്രവേശനം തേടി വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഭാവിയിലും ഇനി ഉമാർ ഇതുപോലെ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വരും, അതിന് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഊരുട്ടമ്പലത്തിലെ ഈ ഒരു സ്കൂള് തന്നെ ഉമാരങ്ങ് കത്തിച്ചോളാം. ഈ ജന്മികൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ജാതി കോമരങ്ങളുടെ, ഈ മതഭ്രാന്തന്മാരുടെ, ജാതി ഭ്രാന്തന്മാരുടെ ഒക്കെ ഒരു മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. ഉമാരിതെല്ലാം കത്തിച്ചു കളഞ്ഞു. അങ്ങനെ വലിയൊരു കോലാഹലം അവിടെ നടക്കുകയും ചെയ്തു. അങ്ങനെ കൊച്ചപ്പിപ്പിള്ള എന്ന ആളായിരുന്നു ഈ സ്കൂളിന്റെ ഉടമസ്ഥൻ. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നത്, ഊരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ ഒരു സംഭവത്തെയാണ്. എന്താണ് 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള എന്നൊക്കെ വിളിക്കുന്ന സംഭവമാണ് 1915 ഈ പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ പോയ സംഭവത്തെ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, 1914 ശ്രീമൂലം തിരുനാൾ എന്ത് ചെയ്തു, ഈ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു, സ്കൂൾ പ്രവേശനം അനുവദിച്ചിരുന്നു 1914. അത് നമ്മൾ ട്രാവൻകൂർ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1914-15 കാലഘട്ടം എന്ന് പറഞ്ഞാൽ അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് 1914-15 കാലഘട്ടം എന്ന് പറയുന്നത്. അക്രമത്തിന്റെയും പ്രൊട്ടസ്റ്റിന്റെയും വലിയൊരു പരമ്പര തന്നെ അരങ്ങേറിയ കാലഘട്ടമാണ് 1914 മുതൽ 1915 വരെയുള്ള കാലഘട്ടം. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പൊതുചന്തകളിൽ അയിത്ത ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. നെടുമങ്ങാട് ചന്തലഹള 1912 നടന്ന നെടുമങ്ങാട് ചന്തലഹളയുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നെടുമങ്ങാട് ചന്തലഹള 1912 നടന്നതാണ്. അതെന്താണ് അപ്പൊ 1912 കാലഘട്ടമാണ് നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത്. അത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്തി. 2, തിരുവനന്തപുരത്ത് ആറാട്ട് മഹോത്സവം നടക്കും. തിരുവനന്തപുരം ആറാട്ട് മഹോത്സവം നടക്കുമ്പോൾ അയിത്ത ജാതിക്കാർ മഹാരാജാവിനെ കാണാൻ പാടില്ല എന്ന ഒരു നിയമം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തെ വെല്ലുവിളിച്ചു ഈ കാലഘട്ടത്തിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള സംഘം. മറ്റൊന്ന് ചായക്കടകളുണ്ടല്ലോ. ഈ ചായക്കടകളുടെ ഉടമസ്ഥർക്ക് മുമ്പിൽ വലിയ ഉന്നത കുലജാതന് വലിയ ചായക്കോപ്പയിലൊക്കെ ചായ കൊടുക്കും. ഈ പിന്നോക്ക ജാതിക്കാരന് ചായ കൊടുക്കണമല്ലോ, കച്ചവടം നടക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, കടയുടെ പുറകിൽ തൊഴുത്തുപോലെ ഒരു ശാല കെട്ടിയിട്ട് ഒരു തൊഴുത്ത് കെട്ടിയിട്ടുണ്ടാവും.
ആ തൊഴുത്തിനകത്ത് എന്താണ് മൺചട്ടിയിലോ ചിരട്ടയിലോ ഒക്കെ ആയിരുന്നു എന്ത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ചായ കൊടുത്തിരുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കണേ മനസ്സിൽ ആ ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തൊണ്ട നനക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ചെല്ലുമ്പോൾ കടയുടെ പിന്നാമ്പുറത്തൂടെ ചെന്ന് യാചിച്ച് നിൽക്കണം. അപ്പം വല്ല മൺചട്ടിയിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ ഒക്കെ ആയിട്ട് ചായ കൊടുക്കുന്ന ഒരു സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതൊരു തൊഴുത്തുപോലെ സ്ഥലം കെട്ടി അകത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ അത്തരം ആചാരങ്ങളെയും ആര് എതിർത്തിട്ടുണ്ട്? അയ്യങ്കാളി എതിർത്തിട്ടുണ്ട്. അങ്ങനെ സമുദായത്തിന്റെ ഉന്നമനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? നമ്മളുടെ അയ്യങ്കാളിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട് അയ്യങ്കാളിയെ കുറിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷന്റെ ടൈം തീർന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ക്ലാസ്സിന്റെ ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവുക. ഇതുവരെ ഉള്ളത് പഠിച്ചിട്ട് വേണം നമ്മുടെ പാർട്ട് 2 കേൾക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ് നോക്കുമല്ലോ. അപ്പോൾ ഇതുവരെയുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ പാർട്ട് 2മായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.